അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. ആശാവർക്കർമാർക്ക് ആശ്വാസമേകി ഓണറേറിയവും കുടിശ്ശികയും ഇൻസെന്റീവും അനുവദിച്ച സർക്കാർ നടപടി. സമരം തുടങ്ങി 18-ാം ദിവസം. അതേസമയം സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ആശാവർക്കർമാർ. സമരക്കാരെ CPIM CITU നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നുവെന്നും പരാതി. തിരുവനന്തപുരം വക്കത്ത് ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തിയെന്ന് സമരക്കാർ. CPIM CITU നേതാക്കൾ വീട് കയറി ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് പരാതി. സംസ്ഥാനത്തൊട്ടാകെ ആശാവർക്കർമാർ ഫോണിലൂടെ അടക്കം ഭീഷണി നേരിടുന്നുവെന്നും സമരസമിതി അംഗങ്ങൾ. അനുകൂല നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. വേതന വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 18-ാം ദിവസത്തിലേക്ക്. CITU പ്രവർത്തകർ ആശാപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം തള്ളി LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഭീഷണിപ്പെടുത്തുന്നത് CITU നിലപാടല്ലെന്നും വെറുതെ ഉന്നയിക്കുന്ന ആരോപണം മാത്രമാണെന്നും നാളെ CITU നടത്തുന്ന സമരം ആശാവർക്കർമാരുടെ യഥാർത്ഥ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ആശാവർക്കർമാർക്ക് നൽകിയ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി കോൺഗ്രസ്. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയിൽ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അവകാശം ഉന്നയിക്കുന്ന സർക്കാർ സാധാരണക്കാരായ ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് പ്രതിഷേധ യോഗത്തിൽ പറഞ്ഞു. കൊല്ലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെളിനല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ആശാപ്രവർത്തകർക്കെതിരെയുള്ള ഗവൺമെന്റ് ഉത്തരവ് കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വയനാട് കൃഷി ഓഫീസിൽ ജീവനക്കാരിയുടെ ആത്മഹത്യാ ശ്രമം. കളക്ടറേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് ജീവനക്കാരിയാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. ആത്മഹത്യാ ശ്രമം സഹപ്രവർത്തകന്റെ മാനസിക പീഡനം മൂലമെന്ന് ആരോപണം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഡോക്ടറുടെ അനുമതി ലഭിച്ചാൽ നടപടിയുണ്ടാകും. നൽകിയവരുടെ വിവരം ശേഖരിക്കാൻ പോലീസ് കാമുകി ഫർസാനയുടെ മാലയും അഫാൻ പണയം വെച്ചിരുന്നുവെന്നും കണ്ടെത്തൽ. മാല എടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ്. കണ്ണൂർ പള്ളിക്കുന്ന് വനിതാ ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ചതിനാണ് ഷെറിനെതിരെ വീണ്ടും കേസെടുത്തത്. കണ്ണൂർ ടൗൺ പോലീസാണ് കേസെടുത്തത്. നല്ല നടപ്പ് ചൂണ്ടിക്കാട്ടി ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് സഹതടവുകാരിയായ വിദേശ വനിതയെ മർദ്ദിച്ചതിന് ഷെറിനെതിരെ കേസെടുത്തത്. മതവിദ്വേഷ പരാമർശ കേസിൽ റിമാൻഡിലായ BJP നേതാവ് PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഈരാറ്റുപേട്ട കോടതി നാളെ വിധി പറയും. ജോർജിന്റെ ആരോഗ്യനില മോശമാണെന്നും ആൻജിയോഗ്രാം ഉൾപ്പെടെ ചെയ്യണമെന്നും ജാമ്യം അനുവദിക്കണമെന്നും അഭിഭാഷകർ ആവശ്യപ്പെട്ടു. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന് തെളിവില്ലെന്നും മതവിദ്വേഷ പരാമർശ കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. മലപ്പുറം ചുങ്കത്തറയിലെ പഞ്ചായത്ത് അംഗം കൂറുമാറിയതിൽ ഭീഷണിയുമായി CPIM ഏരിയ സെക്രട്ടറി. നുസൈബയുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയത് CPIM ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ. അൻവറിനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര വിഷയമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. പാർട്ടിയെ കുത്തിയാണ് പോകുന്നതെന്ന് ഓർത്തുവെച്ചോളാൻ ഭീഷണിക്കോൾ. ചുങ്കത്തറ പഞ്ചായത്ത് അംഗത്തിന് നേരെയുള്ള വധഭീഷണി ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് AP അനിൽകുമാർ MLA. കേരളത്തിൽ ഏറ്റവും അധികം കൂറുമാറ്റം നടത്തുന്നത് CPIM ആണ്. എന്നാൽ സാഹചര്യം മറിച്ചായാൽ കാണേണ്ടി വരുന്നത് CPIMന്റെ ധിക്കാരമാണെന്നും നുസൈബയ്ക്കും ഭർത്താവിനും UDF സംരക്ഷണം നൽകുമെന്നും AP അനിൽകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കടൽമണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. ഹർത്താലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 125 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടത്തി. പൂനെയിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കുറ്റവാളിക്കായി വ്യാപക തെരച്ചിൽ. പ്രതിയുടെ ചിത്രം പുറത്തുവിട്ടു. കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. 13 സംഘങ്ങളായി തിരിഞ്ഞ് സമീപ ജില്ലകളിലും തെരച്ചിൽ ഊർജിതം. തൃശൂർ മദ്യലഹരിയിൽ സുഹൃത്ത് പിടിച്ചു തള്ളി നിലത്ത് വീണ അധ്യാപകൻ മരിച്ചത് പൂങ്കുന്ന സ്വദേശി അനിൽ. സുഹൃത്ത് രാജരാജൻ കസ്റ്റഡിയിൽ. സംഭവം രാത്രി സംഗീത അക്കാദമി പരിസരത്ത്. മലപ്പുറം നാടുകാണി
മരപ്പാലത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ പുലിയെ ഇരുചക്ര വാഹനമിടിച്ചു. 2 പുലികൾ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. റോഡിൽ വീണ പുലി സാവധാനം എഴുന്നേറ്റ് കാട്ടിലേക്ക് മടങ്ങി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാസർഗോഡ് പൂക്കളത്ത് പട്ടാപ്പകൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. ഇന്ന് രാവിലെ പൂക്കളത്തെ കാലിച്ചാൻ വരത്തിലാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. ശബ്ദമുണ്ടാക്കിയതോടെ പുലി ഓടിമറിഞ്ഞതായും പറഞ്ഞു. വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലപ്പുറം മൂത്തേടം ചോളമുണ്ടയിൽ കാട്ടാന കുഴിയിൽ വീണു. ഖാദർ എന്ന വ്യക്തിയുടെ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള സെപ്റ്റിക് ടാങ്കിലാണ് ആന വീണത്. കസേരക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആനയാണ് ചരിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉൾക്കാട്ടിൽ സംസ്കരിക്കും. മലപ്പുറം നിലമ്പൂർ മണ്ണുപ്പാടത്ത് കാട്ടാനകൾ വീടിന്റെ ഗേറ്റ് തകർത്തു. മണ്ണുപ്പാടം സ്വദേശി അബ്ദുൾ റഹ്മാന്റെ വീടിന്റെ ഗേറ്റും മതിലുമാണ് തകർത്തത്. റബ്ബർ പാൽ ശേഖരിക്കുന്ന ബീപ്പകൾ മറിച്ചിടുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. പിതൃസ്മരണയിൽ വിശ്വാസികൾ. സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ബലിതർപ്പണം നടന്നു. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മണപ്പുറത്ത് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയത്. CPI നേതാവും മുൻ MLA-യുമായ P. രാജു അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 73 വയസ്സായിരുന്നു. 1991-ലും 96-ലും വടക്കൻ പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2 തവണ CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ജനയുഗം കൊച്ചി യൂണിറ്റ് മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വായ്പ തിരിച്ചടക്കാൻ വൈകിയതിനെ തുടർന്ന് വയോധികനെ വീട്ടിൽ നിന്ന് പുറത്താക്കി സീൽ ചെയ്തു. നെയ്യാറ്റിൻകര നാടാർകോടത്ത് യേശുദാസാണ് ബാങ്കിന്റെ നടപടിക്ക് ഇരയായത്. നെയ്യാറ്റിൻകര അർബൻ ബാങ്കിൽ നിന്നും 2013 കാലഘട്ടത്തിലാണ് 1.5 ലക്ഷം രൂപ യേശുദാസ് വായ്പ എടുത്തത്. ന്യൂമോണിയയെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ചികിത്സ ഫലിക്കുന്നതായി രക്തപരിശോധനയിൽ വ്യക്തമായെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഇന്നലെ മാർപ്പാപ്പ എഴുന്നേറ്റ് കസേരയിൽ ഇരുന്നിരുന്നു. അദ്ദേഹത്തിന്റെ വൃക്കയുടെ പ്രശ്നങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. വികസന പദ്ധതികൾക്കായി നീക്കിവെച്ച ഭൂമി ഉപയോഗിക്കുന്നതിൽ നിന്ന് ഭൂവുടമയെ അനിശ്ചിതമായി തടയാനാവില്ലെന്ന് സുപ്രീം കോടതി. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയാണ് ജസ്റ്റിസുമാരായ JB പർദിവാല, R. മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. രാജ്യത്ത് സാർവത്രിക പെൻഷൻ പദ്ധതിക്ക് നീക്കം. അസംഘടിത തൊഴിലാളികളെയും സ്വയം തൊഴിൽ ചെയ്യുന്നവരെയും പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. പെൻഷൻ പദ്ധതിയിൽ സർക്കാർ വിഹിതമുണ്ടാവില്ലെന്ന് റിപ്പോർട്ട്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തണമെന്ന ഹർജിയെ എതിർത്ത കേന്ദ്ര സർക്കാർ ആവശ്യം കാഠിന്യമേറിയതാണെന്നും നിലവിലെ 6 വർഷം അയോഗ്യത മതിയാവുമെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. അഭിഭാഷകനായ അശ്വനി ഉപാധ്യായ സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. പൂനെയിൽ വിദ്യാർത്ഥികളെ മറയാക്കി വിദേശ കറൻസി കടത്താൻ ശ്രമം. ദുബായിൽ നിന്ന് വന്ന 3 വിദ്യാർത്ഥികളിൽ നിന്ന് പൂനെ കസ്റ്റംസ് വകുപ്പ് $4 ലക്ഷം കണ്ടെത്തി. പുസ്തകങ്ങളുടെ പേജുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് വിദേശ കറൻസികൾ കണ്ടെത്തിയത്. 2 ട്രോളി ബാഗുകളിലായി 3 യാത്രക്കാരെ ഉപയോഗിച്ച് ഒരാൾ വിദേശ കറൻസി കടത്തുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പണം കണ്ടെത്തിയത്. പെട്രോളിൽ 20% എഥനോൾ ചേർക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നതെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് എസ് പുരി. നീതി ആയോഗിന് കീഴിൽ നിയോഗിച്ച സമിതി ഇത് പരിശോധിച്ച് വരികയാണെന്നും മന്ത്രി. അസമിൽ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അജ്ഞാത സ്രോതസ്സുകളിൽ നിന്ന് വാർത്ത നൽകുന്നവർക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തനിക്കെതിരെ അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നും വാർത്ത നൽകുന്ന വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ട്രംപ്. പത്രപ്രവർത്തകൻ മൈക്കൽ വൂൾഫിന്റെ പുസ്തകം പുറത്തിറങ്ങി വലിയ രീതിയിൽ ചർച്ചയായതിനു പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നീക്കം. രാജ്യത്തെ ക്രമസമാധാന നില തകരുകയാണെന്ന് ബംഗ്ലാദേശ് സൈനിക മേധാവി ജനറൽ വക്കറിസ്
രാഷ്ട്രീയ പ്രക്ഷുബ്ധതയാണ് സാമൂഹിക രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. രാജ്യത്തെ പൗരന്മാർ പരസ്പരം അധിക്ഷേപിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണെന്നും ഇന്ന് അഭിമുഖീകരിക്കുന്ന അരാജകത്വം നമ്മുടെ തന്നെ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ചെറുവറ്റക്കടവിൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയാതിരിക്കാൻ MDMA പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ പ്രതികൾ അനീഷ്, സനൽകുമാർ എന്നിവരാണ് MDMA വലിച്ചെറിഞ്ഞത്. രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോഴാണ് ഇവർ ലഹരി മരുന്ന് വലിച്ചെറിഞ്ഞത്. പറമ്പിൽ നടത്തിയ പരിശോധനയിൽ 32 ഗ്രാം MDMA കണ്ടെടുത്തു. മയക്കുമരുന്നിനിടെ വേട്ട തുടർന്ന് തൃശൂർ റൂറൽ പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ചാലക്കുടിയിൽ നിന്നും 19 ബോട്ടിൽ ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. വിൽപ്പനക്കെത്തിച്ച മാരക മയക്കുമരുന്നുമായി ആസാം സ്വദേശിയ അസദുൾ ഇസ്ലാമിനെയാണ് പിടികൂടിയത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്നാണ് പിടികൂടിയത്. കൊല്ലത്ത് മാരക മയക്കുമരുന്നായ MDMAയും കഞ്ചാവുമായി യുവാവ് പോലീസ് പിടിയിലായി. അനീഷാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. പോലീസും ഡാൻസ് ഓഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പരിശോധനയിൽ പ്രതിയിൽ നിന്ന് 5.76 ഗ്രാം MDMAയും 318 ഗ്രാം ഗഞ്ചാവും കണ്ടെടുത്തു. പ്രതിക്ക് ലഹരി എത്തിച്ച് നൽകിയവരെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ റെയിൽവേ സ്റ്റേഷൻ വഴി കടത്താൻ ശ്രമിച്ച 3 കിലോയിലധികം കഞ്ചാവ് എക്സൈസ് പിടികൂടി. ചെങ്ങന്നൂർ RPFും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പ്രതികളെ പിടികൂടുന്നതിനായി അന്വേഷണം ഊർജിതമാണ്. തൃശൂർ ചാലക്കുടിയിൽ അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ കഞ്ചാവ് വിതരണം നടത്തുന്ന ഒറീസ സ്വദേശി വസന്ത് ബോയിയെ പിടികൂടി. 1.5 കിലോയിലധികം കഞ്ചാവ് സഹിതമാണ് പ്രതിയെ പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രത്യേക റെയ്ഡിലാണ് പ്രതി പിടിയിലായത്. മലപ്പുറം വളാഞ്ചേരിയിൽ വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ മഴ നനയാത്ത കുടകൾ എന്ന പേരിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. കുറ്റിപ്പുറം എക്സൈസ് റേഞ്ച് ഓഫീസ്, വളാഞ്ചേരി നഗരസഭ, സ്വരാജ് ലൈബ്രറിയും സംയുക്തമായാണ് ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബേക്കലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കോട്ടക്കുന്ന് സ്വദേശി ഷെറീഫിന്റെ ഉടമസ്ഥതയിലുള്ള കാറിനാണ് തീപിടിച്ചത്. വർക്ക്ഷോപ്പിൽ നിന്നും സർവീസ് കഴിഞ്ഞ് വരുമ്പോഴാണ് തീപിടുത്തമുണ്ടായത്. കാറിന്റെ എഞ്ചിൻ ഭാഗങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. കാണാതായ വയോധികന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി. കണ്ണൂർ കീഴല്ലൂർ വാളയാർ സ്വദേശി പാഴയിടത്ത് പത്മനാഭന്റെ മൃതദേഹമാണ് വേങ്ങാട് ദാരോത്ത് പാലത്തിന് സമീപത്തെ പുഴയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി ഇയാളെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ മട്ടന്നൂർ പോലീസിൽ പരാതി നൽകി. തൃശൂർ വരാക്കര കപ്പേളക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വരാക്കര പയ്യാക്കര സ്വദേശി നിക്സൺ ആണ് മരിച്ചത്. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. വിഴിഞ്ഞം തെന്നൂർക്കോണം പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. സ്വിഫ്റ്റ് ബസ്സും മറ്റൊരു KSRTC ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. മലപ്പുറം പുത്തനങ്ങാടിയിൽ ബസ് മറിഞ്ഞ് 20 പേർക്ക് പരിക്ക്. കോഴിക്കോട് തൃശൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുത്തനങ്ങാടി സ്വദേശി ഹൈവേയിലാണ് അപകടമുണ്ടായത്. ബസ് പൂർണ്ണമായും തകർന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മാന്നാർ ഇരമത്തൂർ ഭാഗത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം. ഒരാൾ മരിച്ചു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെന്നിത്തലയിൽ ജഗനാണ് മരിച്ചത്. മാന്നാർ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം കഴിഞ്ഞ് തിരിച്ചു മടങ്ങും വഴിയാണ് അപകടം. MLA ഹോസ്റ്റൽ ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ 3 വർഷത്തിനു ശേഷം പ്രതി അറസ്റ്റിൽ. വയനാട് വൈത്തിരി സ്വദേശി ഹാരിസാണ് അറസ്റ്റിലായത്. ഒളിവിലായിരുന്ന പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നാണ് മ്യൂസിയം പോലീസ് പിടികൂടിയത്. കണ്ണൂരിൽ കാൽനട യാത്രക്കാരിയുടെ കഴുത്തിലെ സ്വർണ്ണമാല ബൈക്കിലെത്തി പൊട്ടിച്ചു കടന്ന കേസിലെ പ്രതികൾ അറസ്റ്റിൽ. AT ജാഫർ, T മുദസീർ എന്നിവരാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബീഡി കമ്പനി തൊഴിലാളിയായ സ്ത്രീയുടെ കഴുത്തിലെ 3 പവന്റെ സ്വർണ്ണമാല കവർന്ന കേസിലാണ് അറസ്റ്റ്. കോഴിക്കോട് നടക്കാവ് മൊബൈൽ ഷോപ്പിന്റെയും കാലിക്കറ്റ് ബേക്കറിയുടെയും പൂട്ട് പൊളിച്ച് മോഷണം നടത്തിയ പ്രതികൾ അറസ്റ്റിൽ. കോഴിക്കോട് അത്തോളി
ചീക്കിലോടെ 20-കാരനായ കുര്യൻ പറമ്പത്ത് ആദർശ്, കാസർഗോഡ് സ്വദേശിയായ 16-കാരനെയുമാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ കല്ലേറ്റുങ്കര ഉണ്ണി മിശിഹ ദേവാലയത്തിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി പ്രാഥമിക നിഗമനം. ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്നായിരുന്നു മോഷണം. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 24-ന് മോട്ടോർ വാഹന തൊഴിലാളികൾ രാജ്യവ്യാപകമായി നടത്തുന്ന സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വാഹന പ്രചരണ ജാഥയ്ക്ക് തൃശൂർ വടക്കാഞ്ചേരിയിൽ സ്വീകരണം. യോഗത്തിൽ സംഘാടക സമിതി രക്ഷാധികാരി S. വസന്ത് ലാൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് തപാൽ സ്വീകരണവൽക്കരണത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിലേക്ക് NFP, FNPO സംഘടനകൾ സംയുക്ത പ്രകടനം നടത്തി. തപാൽ മേഖലയുടെ തകർച്ചയും സ്വകാര്യവൽക്കരണവും ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെയാണ് പ്രകടനം. IB സതീഷ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ പരിസ്ഥിതി വികസനവും വന്യജീവി ആക്രമണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ വെൽഫെയർ പാർട്ടി ചർച്ചാ സംഗമം നടത്തി. പരിസ്ഥിതി, വന്യജീവി സംഘർഷം തുടങ്ങിയവയെക്കുറിച്ചുള്ള സാമൂഹ്യ ബോധങ്ങളിലും ഭരണ നയങ്ങളിലും മാറ്റം അനിവാര്യമാണ് എന്ന യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ പരിപാടിയിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഷിബു S. ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സാമ്പത്തിക റിപ്പോർട്ട് ജില്ലാ ട്രഷറർ മോഹനൻ പിള്ളയും ബിസിനസ് റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിലും അവതരിപ്പിച്ചു. ആലപ്പുഴ കടകരപ്പള്ളി, പള്ളിപ്പുറം, ഏഴുപുന്ന, തണ്ണീർമുക്കം പഞ്ചായത്തുകളിൽ ജലവിതരണം മുടങ്ങുമെന്ന അറിയിപ്പ്. കടക്കരപ്പള്ളി പഞ്ചായത്തിൽ വെള്ളിയാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച വരെയും, പള്ളിപ്പുറം പഞ്ചായത്തിൽ ശനിയാഴ്ച രാവിലെ മുതൽ ഞായറാഴ്ച വരെയും ജലവിതരണം മുടങ്ങും. വാട്ടർ ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്ന ലൈൻ വാൾവുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം മുടങ്ങുക. തിരുവനന്തപുരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്റർ രജിസ്ട്രേഷൻ ക്യാമ്പ് ഫെബ്രുവരി 28-ന് നടക്കും. കഴക്കൂട്ടം ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണ് നടക്കുക. കുറഞ്ഞത് +2 യോഗ്യത, ITI, ഡിപ്ലോമ ബിരുദം, ബിരുദാനന്തര ബിരുദം, പാരാമെഡിക്കൽ, മറ്റ് പ്രൊഫഷണൽ യോഗ്യതയുള്ള 40 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് വളാഞ്ചേരി യൂണിറ്റ്, അഹല്യ ഫൗണ്ടേഷനും പാലക്കാട് കവിത ഗോൾഡനും സംയുക്തമായി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് വ്യാപാരി വ്യവസായി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് K. മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ 100ഓളം രോഗികൾക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയയും 200 രോഗികൾക്ക് സൗജന്യമായി കണ്ണട വിതരണവും ചെയ്തു. നാട്ടിൽ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി കൃഷി രൂപപ്പെടുത്താൻ കഴിയണമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൽ നടക്കുന്ന പാണ്ഡവീയ മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുന്നോടിയായി അമൃത ഭോജന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വിഷരഹിത പച്ചക്കറികൾ കൃഷി ചെയ്താൽ ആശുപത്രികളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ച് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു. കീഴ്ഘടക ക്ഷേത്രങ്ങളായ ഒളവറ മുണ്ട്യ, കുലേരി മുണ്ട്യ, കുറുവാപ്പള്ളി അറ എന്നിവിടങ്ങളിലെ 600ഓളം വനിതകൾ തിരുവാതിരയിൽ അണിനിരന്നു. മാർച്ച് 5 മുതൽ 12 വരെയാണ് പെരുങ്കളിയാട്ടം. തൃശൂരിൽ ബാപ്പു വലപ്പാടിന്റെ 15ാമത് നോബൽ ശുക്ർ പ്രകാശനം ചെയ്തു. നാട്ടിക ഫർക്ക ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ലെല്ല പബ്ലിക്കേഷന്റെ വാർഷികാഘോഷ ചടങ്ങിലാണ് നോബൽ പ്രകാശനം ചെയ്തത്. ചടങ്ങ് ചലച്ചിത്ര സംവിധായകനും ഗുരുവായൂർ മുൻ MLA-യുമായ PT കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലെ ഭിന്നശേഷിക്കാർക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂർ ചാലക്കുടി വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ 2 മാസമായി നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പദ്ധതിക്ക് സമാപന സമ്മേളനം ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാൽപ്പൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിഞ്ഞനം RMVHS സ്കൂളിൽ പരീക്ഷ മാർഗനിർദ്ദേശ സെമിനാർ നടത്തി. കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ്
NCC ഓഫീസറും അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. വിശ്രമവേളകളെ ഉചിതമായി ഉപയോഗിക്കുവാൻ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടത്ര പരിശീലനം ലഭിക്കാത്തതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിലെ അപജയവും ദുരിതവുമെന്ന് സ്റ്റൈജു അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരം നെടുമങ്ങാട് VK കാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബഹുനില സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് സ്റ്റീഫൻ MLA അധ്യക്ഷത വഹിച്ചു. പാലക്കാട് മലമക്കാവ് AUP സ്കൂളിന്റെ 75ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികാഘോഷം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നാടൻ പാട്ട് കലാകാരൻ വിനോദ് വെള്ളാരൂർ മുഖ്യാതിഥിയായി. മലപ്പുറം വലിയകുന്ന് HLLP സ്കൂളിൽ 114ാം വാർഷികാഘോഷം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം AP സബാഹ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ P ഷാജു മുഖ്യാതിഥിയായി. മലപ്പുറം കപ്പൂർ പഞ്ചായത്ത് തല അംഗനവാടികളുടെ കലാമേള നടന്നു. കലാമേള പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. കപ്പൂർ പഞ്ചായത്തിലെ 33 അംഗനവാടികളിൽ നിന്നായി 370-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. പാലക്കാട് ആനക്കര മണ്ണയം പെരുമ്പലം വേങ്ങാട്ടിര ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി എമ്പുരാൻ ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ. മോഹൻലാലിന്റെ തീക്ഷ്ണമായ കണ്ണിന്റെ ചിത്രമാണ് സംവിധായകൻ പൃഥ്വിരാജ് പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നരകത്തിന്റെ ആഴങ്ങളിൽ എരിയുന്ന തീ കാണാനാകുമെന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത്. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും പ്രദർശനത്തിനൊരുങ്ങി മലയാള ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടി. മറ്റ് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ ചിത്രം അടുത്ത മാസം പ്രദർശനത്തിനെത്തും. ചിത്രത്തിന്റെ തെലുങ്ക് ട്രെയിലർ E4 എന്റർടൈൻമെന്റ് പ്രകാശനം ചെയ്തു. സൈജു കുറുപ്പും തൻവീറാമും അർജുൻ അശോകനും പ്രധാന കഥാപാത്രങ്ങളിലായി എത്തുന്ന ചിത്രം അഭിലാഷത്തിലെ ഗാനം പുറത്തുവിട്ടു. ശ്രീഹരി K നായർ സംഗീതം നൽകിയ ഗാനത്തിന് വരികൾ എഴുതിയത് ഷർഫു ആണ്. മണിയറയിലെ അശോകന് ശേഷം ഷംസു സേബ സംവിധാനം ചെയ്ത ചിത്രമാണ് അഭിലാഷ്. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.